തട്ടിപ്പുകാരുടെ പ്രിയപ്പെട്ട വേട്ടയാടൽ കേന്ദ്രങ്ങളിൽ ഒന്നായി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലെ വാട്സാപ്പ് മാറിയിരിക്കുകയാണ്. കുറ്റവാളികൾ ദുരുപയോഗം ചെയ്യുന്ന സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വാട്സാപ്പ് മുന്നിലെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളായ ടെലഗ്രാമിനും ഇൻസ്റ്റഗ്രാമിനുമൊപ്പം വാട്സാപ്പും ഇപ്പോൾ തട്ടിപ്പുകാരുടെ ലിസ്റ്റിൽ ഒന്നാമനായിരിക്കുകയാണ്. 2024 ആദ്യ 3 മാസങ്ങളിൽ വാട്സാപ്പ് വഴിയുള്ള സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് ആകെ 43,797 പരാതികളും, ടെലഗ്രാമിനെതിരെ 22,680 പരാതികളും, ഇൻസ്റ്റഗ്രാമിനെതിരെ 19,800 പരാതികളുമാണ് ലഭിച്ചിരിക്കുന്നത്. സൈബർ തട്ടിപ്പുകാർ ഇത്തരം തട്ടിപ്പുകൾ ആരംഭിക്കുന്നതിന് ഗൂഗിൾ സേവന പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിക്കുന്നുണ്ടെന്ന കാര്യം മുൻകൂട്ടി അറിയാവുന്നതാണ്. മറ്റു രാജ്യങ്ങളിൽ നിന്ന് ലക്ഷ്യമിട്ടുള്ള പരസ്യങ്ങൾക്ക് ഗൂഗിളിന്റെ പരസ്യ പ്ലാറ്റ്ഫോം സൗകര്യം നൽകുന്നതായും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ 2023-24 വാർഷിക റിപ്പോർട്ടിൽ പറയുന്നുമുണ്ട്. പന്നി കശാപ്പ് കുംഭകോണം അല്ലെങ്കിൽ നിക്ഷേപ കുംഭകോണം എന്നറിയപ്പെടുന്ന ഈ ഒരു തട്ടിപ്പ് ആഗോള പ്രതിഭാസമായി മാറിയിരിക്കുകയാണ്. അതിൽ വൻതോതിലുള്ള കള്ളപ്പണം വെളുപ്പിക്കലും സൈബർ അടിമത്വവും ഉൾപ്പെടുന്നതുമാണ് ഇവയെല്ലാം. തൊഴിലില്ലാത്ത യുവാക്കൾ, വീട്ടമ്മമാർ, വിദ്യാർത്ഥികൾ, നിർധനരായ ആളുകൾ എന്നിവരെയാണ് ഇത്തരം തട്ടിപ്പുകാർ ലക്ഷ്യമിടുന്നതും. ഇന്ത്യയിൽ നിയമവിരുദ്ധമായി വായ്പ നൽകുന്ന ആപ്പുകൾ ആരംഭിക്കുന്നതിന് സംഘടിത സൈബർ കുറ്റവാളികൾ സ്പോൺസർ ചെയ്ത ഫേസ്ബുക്ക് പരസ്യങ്ങൾ വ്യാപകമായി ഉപയോഗിക്കുകയാണ് ജനങ്ങൾ. അത്തരം ലിങ്കുകൾ മുൻകൂട്ടി തിരിച്ചറിയുകയും ഫേസ്ബുക്കുമായി പങ്കിടുകയും ആവശ്യമായ നടപടികൾക്കായി ഫേസ്ബുക്ക് പേജുകൾക്കൊപ്പം പങ്കിടുകയും ചെയ്യുകയാണ്. രാജ്യത്തുടനീളമുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ സൈബർ സുരക്ഷ, സൈബർ കുറ്റകൃത്യങ്ങളുടെ അന്വേഷണം, ഡിജിറ്റൽ ഫോറൻസിക് എന്നിവയിൽ പരിശീലനം നൽകുന്നതിന് ക്രിമിനൽ നീതിന്യായ വ്യവസ്ഥയുടെ എല്ലാ സ്തംഭങ്ങളുടെയും അതാത് ലോ എൻഫോഴ്സ്മെന്റ് ഏജൻസികൾ, ഫോറൻസിക് എക്സാമിനർമാർ, പ്രോസിക്യൂട്ടർമാർ, ജഡ്ജിമാർ എന്നിവരുടെ ശേഷി വർദ്ധിപ്പിക്കുന്നതിന് 14C ശ്രമിക്കുകയാണ്. ഇതിലൂടെ സൈബർ കുറ്റവാളികളെ കണ്ടുപിടിക്കുവാനും സൈബർ വലകളിൽ ചെന്ന് പെടാതിരിക്കുവാനുള്ള മുൻകരുതലുകളുമാണ് ലക്ഷ്യമിടുന്നത്.